നെക്സ്റ്റ് ലൈനിൽ PTR1 ഈക്വൽ ടു ന്യൂ ഇൻഡ് ഓഫ് 5 അല്ലേ, ഡൈനാമിക് ഓപ്പറേറ്റർ ആയിട്ടുള്ള ന്യൂ വെച്ചിട്ട് PTR1 ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? 5 എന്ന്. അപ്പോൾ PTR1ലുള്ള വാല്യൂ 5 ആയിട്ട് അസ്യൂം ചെയ്തു. ഇപ്പോൾ PTR1ൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഒരു 1000 ആണെന്ന് വിചാരിക്കാം. PTR1 ഇരിക്കുന്നത് ഒരു 1000 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനിലാണ്. PTRൻ്റെ ഉള്ളിലുള്ള വാല്യൂ 5 ആണ്. ഇനി നെക്സ്റ്റ് എന്താ? അപ്പോൾ PTR1ൽ 5 നമ്മൾ അസൈൻ ചെയ്തു. PTR1ൻ്റെ ഉള്ളിൽ 5 ആണ്. അപ്പോൾ നെക്സ്റ്റ് ലൈനിൽ PTR2 ഈക്വൽ ടു PTR1 + 1 എഴുതിയിട്ടുണ്ട്. PTR2ൽ എന്താ സ്റ്റോർ ചെയ്യണേ? PTR1 + 1 ആണ്. PTR1 വെറും PTR1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? PTR1ൻ്റെ അഡ്രസ്സാണ് വരിക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 1000 ആണ് PTR1ൻ്റെ അഡ്രസ്സ് എങ്കിൽ PTR2 ഈക്വൽ ടു PTR1 + 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1000 പ്ലസ് ഇൻറ്റ് ടൈപ്പിലല്ലേ PTR ഉള്ളത്, അപ്പോൾ 4 ആണ് പ്ലസ് ചെയ്യുക. അപ്പോൾ 1000 + 4, അപ്പോൾ 1004 ആണ് PTR2ൽ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ സൈഡിൽ സ്ലാഷ് ഇട്ടിട്ട് ഓരോന്ന് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ PTR2ൽ 1004 സ്റ്റോർഡ് ആവും. ഇനി ++ PTR2 എന്ന് എഴുതിയിട്ടുണ്ട്. PTR2നെ 1 വെച്ച് വീണ്ടും കൂട്ടി. അപ്പോൾ എന്താ വരിക? 1008 ആയിട്ടത് മാറും. അത് ജസ്റ്റ് ഒരു ഇതായിട്ട് കാണിച്ചു തരികയാണ്. PTR2 ഈക്വൽ ടു PTR2 + 1 എന്ന് പറയുന്നത് സെയിം ആണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ PTR2ൽ ഇരിക്കുന്ന വാല്യൂ 1004, PTR1ൽ ഇരിക്കുന്ന വാല്യൂ, അതായത് PTR1ൻ്റെ വാല്യൂ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത് 1000 ആണ്. അതുപോലെ PTR1 എന്ന് പറയുന്ന വാല്യൂബിളുടെ ഉള്ളിലുള്ള വാല്യൂ 5 ആണ്. ഇനി എന്താ? ഓരോന്നിനും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. Coutൽ PTR1 എന്ന് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ എന്ത് വന്നു? 1000 വന്നു. Coutൽ *PTR1 എഴുതി. അപ്പോൾ എന്താ വരിക? 5 ആണ് വരിക. നെക്സ്റ്റ് PTR2നെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ എന്ത് വന്നു? 1004 വന്നു. *PTR2 എന്ന് പറഞ്ഞാലോ 1004ൻ്റെ ഉള്ളിൽ എത്രയാണോ വാല്യൂ ഇരിക്കുന്നത് അതായിരിക്കും നമുക്ക് വരിക. ഇനി അടുത്ത Coutൽ *PTR + 1 എന്ന് എഴുതിയിട്ടുണ്ട്. *PTR + 1 എന്ന് എഴുതിയാൽ എന്താ? *PTRൻ്റെ കൂടെ 1നെ കൂട്ടുക. അതായത് *PTR എന്താ? 5 ആണ്. 5 + 1 അതായത് 6 ആണ് വരിക. ഇനി അടുത്ത Coutൽ *PTR1 + 2 എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്തത് Coutൽ *PTR1 + 2 എന്ന് എഴുതിയിട്ടുണ്ട്. 2 എന്നല്ല അവിടെ ശരിക്കും 1 ആണ്. PTR1ൻ്റെ കൂടെ 1 പ്ലസ് ചെയ്ത് 1004 ആ ഒരു ലൊക്കേഷനിൽ പോവും. സ്റ്റാർ ഇട്ടിട്ടുള്ളതുകൊണ്ട് 1004ൻ്റെ ഉള്ളിലിരിക്കുന്ന വാല്യൂ അതായിരിക്കും നമുക്ക് വരിക. ഇപ്പോൾ PTR1 + 2 എന്ന് എഴുതി കഴിഞ്ഞാൽ PTR1 + 2, അതായത് 2 പ്രാവശ്യം ഇന്ത്യൻ്റെ